മാനേജർ ബഹുമാനായ MC കുര്യാക്കോസ് അച്ഛൻ, ബഹുമാനപ്പെട്ട ജോസഫ് പറമ്പാച്ചൻ, ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, ശുശ്രൂഷക്കാരെ, വാത്സല്യമുള്ള വിശ്വാസികളുടെ കൂട്ടമേ, നാം കൂടിയിരിക്കുന്ന ഈ അനുഗ്രഹീത ദിവസം വലിയ നോമ്പിലെ ഒന്നാം ഞായറാഴ്ച കൊത്തിനെ ഞായർ എന്ന് വിശേഷിക്കപ്പെടുന്നു. ഈ ഞായറാഴ്ചയ്ക്ക് പേതൃത്വ ഞായർ എന്നുകൂടി പേര് വിളിക്കുന്നുണ്ട്. ഇന്ന് ദൈവസന്നിധിയിൽ നാം ശ്രവിച്ചതായ വിശുദ്ധ സുവിശേഷം, പരിശുദ്ധനായ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ there was a marriage in Cana of Galilee. The mother of Jesus was there with the disciples and all the family members. നമ്മിൽ പലരും ഗലീലായിലെ കാനാവ് സ്ഥലം സന്ദർശിക്കുകയും ഈ ദിവ്യ അത്ഭുതം നടന്ന ആ ഭവനത്തിൽ ചേരുവാനും കാനാവിലെ വീഞ്ഞിൻ്റെ രുചി പകരുവാനൊക്കെയും അനുഭവം ലഭിച്ചവരാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അധികം പേരും. ഇന്നത്തെ ചിന്താവിഷയം സൗഖ്യദായക ശുശ്രൂഷകൾ എന്നുള്ളതാണ്. പരിമല പിതാവിൻ്റെ സന്നിധിയിൽ വന്നുകൂടുന്ന എല്ലാവർക്കും സൗഖ്യദായക ശുശ്രൂഷകളാണ് പ്രാർത്ഥനയിലുള്ളത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ യേശുതമ്പുരാൻ്റെ അമ്മ തൻ്റെ മകനോട് പറയുന്നു, മകനെ, വീഞ്ഞ് പോരാതെ വരികയാൽ ആ ഭവനത്തിലെ കുറവുകളിലേക്ക്, ആ ഭവനത്തിലെ ഇല്ലായ്മയിലേക്ക് നോക്കുന്ന ഒരമ്മ. പ്രിയമുള്ളവരെ, മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഉറവിടം എവിടെയാകുന്നു? നമ്മുടെ ആവശ്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്ന പരിശുദ്ധന്മാർ വിശ്വാസത്തോടുകൂടി കണ്ണുനീരോടുകൂടി ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നാനാജാതി മതസ്ഥർ കൂടുന്ന ഈ പുണ്യസ്ഥലത്ത് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന പരിശുദ്ധ പരിമലത്തിരിമാർ ഗ്രിഗോറിയോസിൻ്റെ മധ്യസ്ഥയും അതുതന്നെയാകുന്നു. The mother of Jesus said to him, they have no wine. മകനെ, ഈ ഭവനത്തിൽ ഒരു കുറവ് ഉണ്ടായി ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. Jesus said to him, fill the water pots. തൻ്റെ മാതാവിൻ്റെ മധ്യസ്ഥത സ്വീകരിച്ചുകൊണ്ട് യേശുതമ്പുരാൻ കൽപ്പിച്ചു, fill the water pots and draw it to the ruler of the feast. സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അനുഭവം ഉണ്ടാക്കുന്ന ഒരനുഭവമാണ് ഈ ചിന്താവിഷയം നമ്മുടെ മുൻപിൽ കൊണ്ടുവരുവാൻ പ്രത്യേകിച്ച് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, വലിയ നോമ്പിലെ 6 ഞായറാഴ്ചകളും യേശുതമ്പുരാൻ നമുക്ക് വേണ്ടി മാർഗമായി കാണിച്ചിട്ടുള്ള സൗഖ്യദായ ശുശ്രൂഷകളാകുന്നു. 2 ചിന്താവിഷയങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഒന്ന്, മാനുഷിക ബന്ധങ്ങളെ മനസ്സിലാക്കുന്ന ഒരത്ഭുതമാണ് ഇവിടെ നടത്തപ്പെട്ടത്. ബന്ധുമിത്രാദികളോടുകൂടി സൗഖ്യദായകനായ യേശുതമ്പുരാൻ അവിടെ ഉള്ളപ്പോൾ അവരുടെ മുറിവുകൾക്ക് ഉണക്കുണ്ടാകുന്നുണ്ട്, അവരുടെ മനപ്രയാസങ്ങൾക്ക് ശമനം ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും ഉണ്ടായ നല്ല മാനുഷിക ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതാണ് മനുഷ്യത്വം. എല്ലാ മനുഷ്യനും പറയുന്ന അനുഗ്രഹീത ഭാഷയാണ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത്. മനുഷ്യത്വമുള്ള ഹൃദയങ്ങളെ ലഭിച്ചുകൊണ്ട് സമാധാനത്തോടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അവിടെ ഉണ്ടാകുന്ന ഫലമോ ഹൃദയത്തിലെ മുറിവുകൾ ഉണ്ടാക്കുന്ന ക്ഷമ നമുക്കുണ്ടാകുന്നുണ്ട്. ക്ഷമയുടെ മരുന്ന് ഉണ്ടാക്കുന്ന ജീവിത ശൈലികളാണ് പരിശുദ്ധ നോയമ്പിലെ ദിവസങ്ങളിൽ കൂടി വിശ്വാസികളുടെ സമൂഹമൊക്കെയും ആർജിച്ചു വരുന്നത്. നാം കുരിശിൻ്റെ ചുവട്ടിലെത്തി മുകളിൽ തൂക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ കാണുമ്പോൾ, കാനാവിലെ കല്യാണ വിരുന്നിൽ അവരോടുകൂടി പങ്കുചേർന്ന യേശുക്രിസ്തുവിനെ കാണുമ്പോൾ, നാം ഒരു മനുഷ്യനെയും ഒരു തടവുകാരനായി നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരുടെയും മുൻപാകെ ദൈവസൃഷ്ടികളായിരിക്കുന്ന ഓരോ വ്യക്തിയെയും ബഹുമാനിക്കുന്ന
ഒരു വലിയ അനുഭവമാണ് ഇന്നത്തെ ചിന്താവിഷയം നമ്മെ പഠിപ്പിക്കുന്നത്. രണ്ടാമതായി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്, നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും ഒരുമിക്കുമ്പോൾ, ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും ഒരുമിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് മാനുഷിക സന്തോഷമാണ്. ദ വെർച്യു ഓഫ് ഇന്നർ ഹാപ്പിനെസ്. പുറമേയുള്ള മനുഷ്യനല്ല, നിൻ്റെ ഉള്ളിലുണ്ടാകുന്ന മാനസികമായ സമാധാനവും സന്തോഷവും. ഈ പിതൃത്വ ഞായറാഴ്ച എന്ന് പേര് വിളിക്കുവാൻ കാരണം, നമുക്ക് ഭാരമേറിയ ചുമടുകളെ, നമ്മളെ വ്രണപ്പെടുത്തുന്ന ഭാരമുള്ള മുറിവുകളെ മാറ്റിവെക്കുക. അതുകൊണ്ടാണ് പിതൃത്വ ഫെയർവെൽ എന്ന് ഇംഗ്ലീഷിൽ അതിന് അർത്ഥം കൊടുത്തിട്ടുള്ളത്. ദാറ്റ് വിൽ പ്രിവെൻറ്റ് മീ ഫ്രം ദ ഫോൾ ഓഫ് ഗ്രേസ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ലഭിച്ചിട്ടുള്ള കൃപകളെ നഷ്ടപ്പെടാതിരിക്കുവാൻ തക്കവണ്ണം, ആ നഷ്ടപ്പെടുത്തുന്ന സംഗതികളൊക്കെയും എൻ്റെ ഭാരങ്ങളെ ഞാൻ മാറ്റിവെക്കുന്നു. അതാണ് വിശുദ്ധ കുമ്പസാരം. അതാകുന്നു ഒരുക്കത്തോടുകൂടിയുള്ള നിൻ്റെ പുതിയ ജീവൻ. കർത്താവിൻ്റെ തിരുശരീരങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരിലും ആത്മീയത തകരുന്ന അനുഭവങ്ങളെ മാറ്റിവെക്കുക. അതാണ് പ്രിയമുള്ളവരെ, ദൈവകൃപയെ അകറ്റുന്ന സംഗതികളെ മാറ്റിവെക്കുക. അതാണ് ഈ പിതൃത്വ എന്ന് വിശേഷിക്കപ്പെടുന്ന ഈ പരിശുദ്ധ ദിവസം നമ്മിൽ ഉരുവാകുന്ന ഒരു വലിയ അനുഭവം ആയതുകൊണ്ട്, ഈ നോമ്പാചരണം നാളെ ശുഭ്കോരോ ശുശ്രൂഷകളിൽ കൂടി ക്ഷമയുടെ പാതയിലേക്ക് നമ്മെ നയിക്കുമ്പോൾ, നോമ്പാചരണം, ഉപവാസം, ദാനധർമ്മങ്ങൾ തുടങ്ങിയ അനുഷ്ഠാനം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുമ്പോൾ, നമ്മുടെ ചിന്തയും പ്രവൃത്തിയും ഒന്നിക്കുമ്പോൾ ലഭിക്കുന്നത് നമുക്ക് തന്നെയാണ് മനസ്സിൻ്റെ സമാധാനം. അങ്ങനെ വ്യക്തിത്വം ഉരുകിപ്പിടിക്കുന്ന, ദൈവത്തിൻ്റെ കരുതൽ അറിയുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നുണ്ട്, ദരിദ്രർ സമ്പന്നരാകുന്നുണ്ട്. ദൈവത്തിൻ്റെ മുൻപിൽ വരുമ്പോൾ, ദൈവത്തിൻ്റെ കരുതൽ മനസ്സിലാക്കുമ്പോൾ, പരിശുദ്ധന്മാരുടെ മധ്യസ്ഥയിൽ ദൈവത്തിൻ്റെ കരുതൽ കാനാവിലെ കല്യാണ വിരുന്നിൽ ചന്നുകൂടിയവർ അനുഭവിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും അതൊരു രൂപാന്തരത്തിൻ്റെ അനുഭവമായിട്ട് മാറ്റപ്പെടുന്നു. പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഒരു ചിന്താവിഷയം ഈ സമയത്ത് നിങ്ങളുമായി ഞാൻ പങ്കുചേരുന്നു. പരിശുദ്ധ പരിമല തിരുമേനി ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: ദൈവം അകലുമ്പോൾ നഷ്ടങ്ങളും ദുരിതങ്ങളും ഉണ്ടാകും. അപ്പോൾ ആ കാരണം കൊണ്ട്, ഈ കാരണം കൊണ്ട് എന്നൊന്നും വിചാരിക്കാതെ തങ്ങളുടെ പാപങ്ങൾ കൊണ്ട് ദൈവം അകന്നുപോയി എന്നോർക്കുക. ദൈവത്തെ മുറുകെ പിടിക്കുക. ദൈവം കൃപ ചെയ്യും. പ്രിയമുള്ളവരെ, പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഈ വാക്കുകൾ ഈ നോയമ്പിൻ്റെ ആരംഭത്തിൻ്റെ ഈ സമയത്ത് നിങ്ങളുമൊത്ത് ഞാൻ പങ്കുചേരുന്നു. ഒരു കഥ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. മകൻ നഷ്ടപ്പെട്ട ഒരമ്മ ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന ഒരു സിദ്ധൻ്റെ അടുത്ത് എന്ന് ചോദിച്ചു, ആശ്വാസത്തിന് ഞാൻ എന്ത് ചെയ്യണം? ആ സിദ്ധൻ പറഞ്ഞു, നിന്നെ ആശ്വസിപ്പിക്കുവാൻ കഴിവുള്ളത് എൻ്റെ കയ്യിലുണ്ട്. അവൾ ശ്രദ്ധയോടെ കേട്ടു. ഇതാണ് കൊടുത്തത്: നീ അയൽവക്കത്തുള്ള ഓരോ ഭവനങ്ങളിലും കയറി ഇറങ്ങുമ്പോൾ ദുഃഖവും പ്രയാസവും സങ്കടവും ഒന്നുമില്ലാത്ത ഒരു ഭവനത്തിൽ നിന്നും ഒരു പിടി കടുക് വാങ്ങി എനിക്ക് കൊണ്ടുതരണം. അവൾ പ്രതീക്ഷയോടുകൂടി അവിടെയുള്ള ഓരോ ഭവനങ്ങളിലും കയറി ഇറങ്ങി. ഓരോ ഭവനക്കാരുമായി പങ്കുചേരുമ്പോൾ അവിടെ എല്ലാം ദുഃഖവും കണ്ണുനീരും വ്യഥയും എല്ലാം ഉണ്ട്. അവൾ സങ്കടഹൃദയത്തോടുകൂടി ഈ സിദ്ധൻ്റെ അടുത്തുനിന്ന് പറഞ്ഞു, സിദ്ധ, അല്ലയോ ദൈവ അനുഭവങ്ങൾ ലഭിച്ച പരിശുദ്ധനെ, എനിക്ക് ആശ്വാസം എന്താണുള്ളത്? അവൾ ആ പരിശുദ്ധൻ ആ സ്ത്രീയെ ഉപദേശിച്ചത് ജീവിതത്തിൻ്റെ ഒരു ശൈലിയാണ്. ഇന്ന് നീ ജീവിതം പഠിച്ചു. പ്രിയമുള്ളവരെ, ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളെല്ലാവരും പരസ്പരം പങ്കുചേരുമ്പോൾ നമ്മൾ ജീവിതം പഠിക്കുന്നവരാണ്. പല രീതിയിലുള്ള വിഷമമുള്ള ആളുകളുമായിട്ടുള്ള നമ്മുടെ ഒന്നിപ്പ് കൂടുന്ന അനുഗ്രഹീതമായ പുണ്യസ്ഥലത്ത് കൂടുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത് ഇപ്രകാരമുള്ള ഭക്തൻ പറഞ്ഞ ജീവിതത്തിൽ വലിയ പാഠം പഠിച്ചുകൊണ്ട് സമാധാനത്തിൻ്റെ അനുഭവത്തിൽ പോകാൻ നമുക്ക് സഹായിക്കട്ടെ. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കാനാവിലെ കല്യാണവിരുദ്ധൻ്റെ തൻ്റെ മഹത്വം വെളിച്ചപ്പെടുത്തിയ യേശു തമ്പുരാൻ ആദ്യത്തെ അടയാളം വഴിയായി ഒരു വിവാഹ ഉദാശയിൽ കൂടി
സമൂഹത്തെ അനുഗ്രഹിച്ച കർത്താവ് കാരുണ്യത്തിൻ്റെയും മനസ്സലിവിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും മുറിവുകൾ ഉണ്ടാക്കുന്നതായ അടയാളമാണ് അവിടെ ചെയ്തിട്ടുള്ളത്. ഈ വിരുന്നിൽ സംബന്ധിക്കുന്ന നാം എല്ലാവരും സമാധാനത്തിൻ്റെ അനുഭവം വിശുദ്ധമായ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേക്കുന്നു. സമാധാനം, പ്രിയമുള്ളവരെ, സമാധാനത്തിൻ്റെ ഒരു നിമിഷം ജീവിതത്തിൽ പങ്കുചേരുവാൻ തക്കവണ്ണം ഈ വിശുദ്ധ ആരാധനയെ സംബന്ധിച്ച നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രകാരം ഒരു അവസരം എനിക്ക് നൽകിയ ബഹുമാനപ്പെട്ട പരിമല സെമിനാരി മാനേജർ MC കുര്യാക്കോസ് അച്ഛനുള്ള നന്ദിയും സ്നേഹവും പ്രാർത്ഥനയും അറിയിച്ചുകൊണ്ടും നിങ്ങളോട് വാക്കുകൾ ശ്രദ്ധിച്ച നിങ്ങൾക്കെല്ലാവർക്കും നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം സഹായിക്കട്ടെ.